ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ. കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആയില്യംകാവ് എന്ന കഥയുടെ 22ാം ഭാഗമാണ്. കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടന്നാലോ. ആയില്യംകാവ് ഭാഗം 22. അതാരാണെന്ന് തൽക്കാലം നിങ്ങളിപ്പോൾ അറിയണ്ട. അയാൾ വരുമ്പോൾ നേരിട്ട് ആളെ കണ്ടോളൂ. എങ്കിലും ഒന്ന് പറയാം, നമുക്കെല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളാണത്. ഗൂഢമായൊരു മുഖഭാവത്തോടെ ജിതിൻ പറഞ്ഞു. നിനക്കിത്രയും പറയാമെങ്കിൽ അതാരാണെന്ന് കൂടി പറഞ്ഞുകൂടെ? അതാരാണെന്ന് ഞങ്ങളിപ്പോൾ അറിഞ്ഞാൽ എന്താണ് കുഴപ്പം? നിനക്കെന്താ വന്നു ഏട്ടനെ പോലും വിലയില്ലാതായോ? അതുകൊണ്ടാണോ രാമേട്ടന്റെ ചോദ്യങ്ങൾക്ക് പോലും നീ ഇപ്പോൾ തർക്കുത്തരം പറയുകയും എതിർക്കുകയും ഒക്കെ ചെയ്യുന്നത്? ആളാരാണെന്ന് അറിയാനുള്ള ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ടും തങ്ങളിൽ ഏറ്റവും മുതിർന്ന രാമനെ അവഗണിക്കുന്നതായി തോന്നിയതുകൊണ്ടും ഗോവിന്ദന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഞാൻ ആരെയും എതിർത്തിട്ടുമില്ല, തർക്കുത്തരം പറഞ്ഞിട്ടുമില്ല, ഇനിയൊട്ട് പറയുകയുമില്ല എന്നു കരുതി കൺമുന്നിൽ കാണുന്നതും നടക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനോ അഭിപ്രായം പറയാനോ പാടില്ലെന്നാണോ? അതെ, ഞാനിപ്പോഴും വായിൽ വിരലിട്ട് നടക്കുന്ന 5 വയസ്സുകാരനല്ല ഏട്ടാ, മുതിർന്നൊരു വ്യക്തിയാണ്. അതൊന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്ക്. എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളും തീരുമാനങ്ങളും ഒക്കെയുണ്ട്. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ആരോടും പറയും. അതുപോലെ എനിക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനും മടിയില്ല. അതൊരിക്കലും മുതിർന്നവരെ വിലയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് അഹങ്കാരമായതുകൊണ്ടോ അല്ലെന്ന് ഏട്ടനൊന്ന് മനസ്സിലാക്കണം. ശക്തവും വ്യക്തവുമായ ഭാഷയിലാണ് ജിതിൻ മറുപടി പറഞ്ഞത്. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഏട്ടൻ എന്തെങ്കിലും ചോദിച്ചാൽ നീ അതിന് മറുപടി പറയണ്ടേ? അച്ഛൻ കഴിഞ്ഞാൽ ഏട്ടനല്ലേ നമ്മൾ ആ സ്ഥാനം കൊടുക്കേണ്ടത്? എന്നിട്ടും ഗോവിന്ദൻ അവനെ വിടാൻ തയ്യാറായില്ല. അതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി അഥവാ ഏട്ടൻ അത് മതിയാകുന്നില്ല എന്നാണെങ്കിൽ ഏട്ടൻ കൊടുത്തോളൂ. ജിതിന്റെ ആ വാക്കുകൾ കേട്ടതും മുഖത്ത് അടികിട്ടിയ പോലെയായി ഗോവിന്ദന്. ഓ, അങ്ങനെയാണോ? ഞാൻ ചെയ്യേണ്ടതൊക്കെ ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട്. നീയൊക്കെ നിന്റെ ഇഷ്ടം പോലെ എന്തു വേണമെങ്കിലും ആയിക്കോ. അടയ്ക്കയാണെങ്കിൽ മടിയിൽ വെക്കാം, എന്നാൽ അത് അടയ്ക്കാമരമായാലോ? മണ്ണിൽ തന്നെയല്ലേ വെക്കാൻ പറ്റൂ? ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ വീടിനകത്തേക്ക് കയറിപ്പോയി. എന്തിനാണടാ നീ ഇങ്ങനെ ഏട്ടനെ ചൊടിപ്പിക്കുന്നത്? നിനക്കറിയില്ലേ ഗോവിന്ദേട്ടന്റെ സ്വഭാവം? വെട്ടിത്തിരിഞ്ഞുള്ള അയാളുടെ നടത്തം നോക്കി രവി കൈമലർത്തിക്കൊണ്ട് ജിതിനോട് ചോദിച്ചു. അതൊക്കെ എനിക്കറിയാമേട്ടാ, പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റൂ. അല്ലാതെ എപ്പോഴും പഞ്ചപുച്ഛമടക്കി അവർ പറയുന്നതെല്ലാം കേട്ട് തലകുലുക്കി തിരുവായിക്ക് എതിർവായില്ലെന്ന രീതിയിൽ എല്ലാവരെയും അനുസരിച്ച് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടാണ്. കാലം മാറുമ്പോൾ കോലവും മാറണം. തന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ താൻ തയ്യാറല്ലെന്നും പറ്റുന്നവർ തന്നെ അംഗീകരിച്ചാൽ മതിയെന്നുമുള്ള രീതിയിലാണ് ജിതിന്റെ മറുപടി. ഹോ, നിന്നോടൊക്കെ പറയാൻ വന്ന എന്നെ വേണം പറയാൻ. എന്തു കാര്യവും ഇരുവശത്തും പ്രശ്നമില്ലാത്ത രീതിയിൽ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യണം. അതൊന്നും അറിയില്ലെങ്കിൽ എനിക്കെന്ത് ചെയ്യാനാകും? പറഞ്ഞുകൊണ്ട് രവിയും അവിടെ നിന്ന് പോയി. അതോടെ ജിതിനും രാമനും മാത്രമായി അവിടെ. ഞാൻ പറയുന്നത് മാത്രം നിങ്ങളൊക്കെ അനുസരിക്കണം എന്നൊന്നും എനിക്കില്ല. എന്റെ അനിയന്മാർ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അതൊക്കെ ഞാൻ വിലക്കുന്നുണ്ട്. അതെല്ലാം സ്നേഹം കൊണ്ടാണ്, അല്ലാതെ നിങ്ങളൊക്കെ എന്റെ അടിമയും ഞാൻ ഉടമയുമായിട്ടൊന്നുമല്ല. തറവാട്ടിലെ മുതിർന്ന വ്യക്തി ഞാനായതുകൊണ്ട് കാരണവർ എന്ന സ്ഥാനമൊന്നും നിങ്ങൾ എനിക്ക് തരണ്ട. എനിക്കത് വേണമെന്ന ആഗ്രഹവുമില്ല. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു കണ്ടാൽ മാത്രം മതി. ജിതിന്റെ ഓരോ വാക്കുകളും രാമനെ അത്രമാത്രം വേദനിപ്പിച്ചത് കൊണ്ടാണ് അയാൾ അത്രയൊക്കെ പറഞ്ഞത്. ആ സമയം അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഏട്ടാ, ഞാൻ വേണ്ടടാ, എനിക്കറിയാം നീ അങ്ങനെ മനസ്സിൽ വെച്ചൊന്നും പറയില്ലെന്ന്. എന്തുണ്ടെങ്കിലും അതപ്പോൾ തന്നെ തുറന്നു പറയുമെന്ന്. എങ്കിലും നീ ഇപ്പോൾ പറഞ്ഞ ചില വാക്കുകൾ ഉണ്ടല്ലോ,
അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചു. എന്നാലും സാരമില്ല, നീ എൻ്റെ ഏറ്റവും ഇളയ അനിയനല്ലേ, അതുകൊണ്ട് ഞാനത് ക്ഷമിച്ചു. നീ ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. ജിതിൻ്റെ തോളിലൊന്ന് തട്ടി അത്രയും പറഞ്ഞുകൊണ്ട് രാമനും അവിടെ നിന്ന് പോയി. ആർക്കും വേദനിക്കാൻ മാത്രമുള്ളതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അഥവാ വേദനിച്ചാലും എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറയേണ്ടത് ഞാൻ തന്നെ പറയണ്ടേ, അല്ലാതെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ മറ്റാരും വരില്ലല്ലോ. ചിന്തിച്ചുകൊണ്ട് ജിതിൻ പിന്നെയും കുറച്ചു സമയം അവിടെ തന്നെ ഇരുന്നു. അന്ന് രാത്രിയിൽ രാമന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അനിയന്മാർ തനിക്കുമേലെ വളർന്നെന്ന ചിന്ത അയാളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തങ്ങൾ ചെയ്യാൻ പോകുന്നത് വലിയൊരു പാതകമാണെന്നും അയാൾ ചിന്തിച്ചു. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ ഉറപ്പായും തങ്ങളുടെ കുലം മുടിയും. അല്ല, മുടിക്കും നാഗങ്ങൾ. അതയാൾക്ക് നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ നല്ല ഭയമുണ്ടായിരുന്നു. എങ്കിലും അനിയന്മാർക്കൊപ്പം നിൽക്കാമെന്ന് വാക്കു കൊടുത്തത് കൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്മാറാനും അയാൾക്ക് കഴിയില്ലായിരുന്നു. ഇതേ സമയം തങ്ങളുടെ മുറികളിൽ ആരായിരിക്കും തങ്ങൾക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന അഞ്ചാമൻ എന്നാലോചിച്ച് ഗോവിന്ദനും രവിക്കും സ്വസ്ഥത കിട്ടുന്നില്ലായിരുന്നു. എന്നാൽ തങ്ങളുടെ ഭർത്താക്കന്മാർ ചെയ്യാൻ പോകുന്നതൊന്നും അറിയാതെ അവിടുത്തെ സ്ത്രീജനങ്ങളെല്ലാം സന്തോഷത്തോടെ സമാധാനത്തോടെ നിദ്ര പുൽകി. മിനിറ്റുകളും മണിക്കൂറുകളും കടന്നുപോകെ രാവ് പകലിന് വഴിമാറി. തലേന്നത്തെ കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്നെടുത്തു മാറ്റി ഏവരും തങ്ങളുടെ ജോലികളിലേക്ക് കടന്നു. ആ പകലും അവസാനിക്കാറായി. ഏട്ടാ, നമുക്കിന്ന് രാത്രിയിൽ കളപ്പുരയിലേക്ക് പോകാം. അവിടെ ഇരുന്ന് ബാക്കിയെല്ലാം നമുക്ക് ആലോചിക്കാം. വൈകുന്നേരം ജോലി കഴിഞ്ഞെത്തിയ ജിതിൻ എല്ലാവരോടുമായി പറഞ്ഞു. അതെന്തിനാ നമ്മൾ അങ്ങോട്ട് പോകുന്നത്? ഇവിടെ തന്നെ ഇരുന്ന് സംസാരിച്ചാൽ പോരെ? ഇന്നലെ അങ്ങനെയായിരുന്നല്ലോ. ഗോവിന്ദന് ജിതിനോട് നീരസമുള്ളത് കൊണ്ട് തന്നെയാണ് അയാൾ അങ്ങനെ ചോദിച്ചത്. അത് നമ്മൾ 4 പേര് മാത്രമാണെങ്കിൽ ഇവിടെ മതിയായിരുന്നു. എന്നാൽ ഇന്നത് പറ്റില്ല. അതെന്തുകൊണ്ട് പറ്റില്ലെന്നാണ് ചോദിച്ചത്. അത് ഞാൻ ഇന്നലെ ഒരാളെ കുറിച്ച് പറഞ്ഞതല്ലേ. അയാൾ ഇന്ന് വരുന്നുണ്ട്. അയാൾ വരുമ്പോൾ വീടിനേക്കാൾ നല്ലത് അവിടെയാണ്. അതുകൊണ്ട് നമുക്കിന്ന് കളപ്പുരയിലേക്ക് തന്നെ പോകാം. എടാ, അതിനെന്താ കുഴപ്പം? വരുന്നത് ആരായാലും അയാൾക്ക് ഇങ്ങോട്ട് വന്നാൽ പോരെ? എന്റെ ഏട്ടാ, അത് ശരിയാകില്ല എന്നല്ലേ ഞാനിപ്പോൾ പറഞ്ഞത്. ഏട്ടൻ വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും എന്നോടിങ്ങനെ ചോദിക്കല്ലേ. ഏട്ടന് ഇഷ്ടമുണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ വേണ്ട. പിന്നെ ഒരു കാര്യം, ഇതൊക്കെ തൽക്കാലം നമ്മളല്ലാതെ ഇവിടെയുള്ള മറ്റാരും അറിയരുത്. ജിതിൻ താക്കീത് പോലെ പറഞ്ഞു. അതെ, ഞാനും ഇതെല്ലാവരോടും പറയണമെന്ന് കരുതിയതാണ്. ഇവിടുത്തെ സ്ത്രീകളിൽ ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാലുണ്ടല്ലോ, അവരത് എല്ലാവരോടും പറഞ്ഞു നടക്കും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഈ പദ്ധതി നടത്താൻ പറ്റിയെന്ന് വരില്ല. രവി ജിതിന്റെ വാക്കുകളോട് യോജിച്ചു. അത് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നി. അന്നു രാത്രി 7 മണിയോടെ ഭക്ഷണം കഴിച്ചതിനു ശേഷം അവർ 4 പേരും വീട്ടിൽ നിന്നിറങ്ങി കളപ്പുരയിലേക്ക് നടന്നു. വീട്ടിൽ നിന്ന് കുറച്ചു ദൂരം അങ്ങോട്ടേക്കുള്ളത് കൊണ്ട് തന്നെ സ്ത്രീകളൊന്നും ആ സമയം അങ്ങോട്ട് വരില്ലെന്നത് അവർക്ക് ആശ്വാസമായിരുന്നു. ഇടയ്ക്കൊക്കെ എല്ലാവരും ചേർന്ന് രാത്രികളിൽ കളപ്പുരയിൽ കൂടാറുള്ളത് കൊണ്ട് തന്നെ അവിടെ അതിനുള്ള സൗകര്യമൊക്കെ ആദ്യമേ ഉണ്ടായിരുന്നു. എടാ ജിതിനെ, സമയം ഇപ്പോൾ തന്നെ 7:15. 7 മണിക്ക് അയാൾ ഇങ്ങോട്ട് വരുമെന്നാണല്ലോ നീ പറഞ്ഞത്. എന്നിട്ടും അയാൾ ഇതുവരെ വന്നില്ലല്ലോ. ഇനിയൊരു പക്ഷെ അയാൾ വരാതിരിക്കുമോ? കുറെ നേരം കാത്തിരുന്നിട്ടും അയാൾ വരാതായതോടെ രവി സംശയത്തോടെ ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നും ചെയ്യില്ല ഏട്ടാ. അയാൾ വരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വന്നിരിക്കും.
എന്നിട്ടിനിയും വന്നില്ലല്ലോ. ഇനിയും നമ്മൾ അയാളെയും കാത്തിരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? നമുക്ക് തിരിച്ചു പോയാലോ? രാമനും മടുപ്പ് തോന്നി തുടങ്ങിയിരുന്നു. ഏട്ടാ, അതൊരു പക്ഷെ വരാനിറങ്ങുമ്പോൾ എന്തെങ്കിലും തിരക്ക് വന്നിട്ടുണ്ടാകും. എന്തായാലും ഈ സമയം വരെ നമ്മൾ കാത്തില്ലേട്ടാ. അതുകൊണ്ട് കുറച്ച് സമയം കൂടി നമുക്ക് നോക്കാം. ഒരു 7:30 വരെയൊക്കെ. എന്നിട്ടും അയാൾ വന്നില്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം. ജിതിൻ അവരെ അനുനയിപ്പിച്ചു. ആയിക്കോട്ടെ, 15 മിനിറ്റിലെ കാര്യമല്ലേ ഉള്ളൂ. അതെന്തായാലും കാത്തില്ലെന്ന് വേണ്ട. അർദ്ധ മനസ്സോടെ രാമൻ സമ്മതം പറഞ്ഞു. രാത്രിയിൽ അന്ന് കളപ്പുരയിലേക്ക് പോകാൻ തന്നെ ഗോവിന്ദന് ഇഷ്ടമില്ലായിരുന്നു. അതിനൊപ്പം വരാമെന്ന് പറഞ്ഞിരുന്ന അതിഥി വൈകുന്നത് കൂടിയായപ്പോൾ അയാൾക്ക് ശരിക്കും ക്രോധം സഹിക്കുന്നില്ലായിരുന്നു. എന്നാൽ ഏട്ടനെ ധിക്കരിക്കാനോ ഏട്ടന്റെ മുന്നിൽ വെച്ച് വഴക്കിടാനോ ആഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെ അയാൾ നിശബ്ദനായി കല്ലിച്ച മുഖത്തോടെ അവിടെയിരുന്നു. നിങ്ങളെല്ലാവരും എന്നെ കാത്തിരുന്ന് മുഷിഞ്ഞുവല്ലേ? തങ്ങൾക്ക് പിറകിൽ നിന്നൊരു പുരുഷന്റെ പരിചയമുള്ള സ്വരം കേട്ടതും രാമനും ഗോവിന്ദനും രവിയും വന്നത് ആരായിരിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയോടെ തിരിഞ്ഞു നോക്കി. എന്നാൽ അയാൾ നിൽക്കുന്നയിടം ആകെ ഇരുട്ടായത് കൊണ്ടുതന്നെ വന്നയാളെ കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് പിന്നെ കാണാതിരിക്കുമോ? 7 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സമയം 7:30 ആയില്ലേ? എന്നിട്ടും അതൊന്നും മതിയാകാതെ ആ ഇരുട്ടിൽ തന്നെ നിൽക്കുകയാണോ? ഒന്ന് വെളിച്ചത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആ മുഖമൊന്ന് കാണാമായിരുന്നു. രോഷത്തോടെയും പുച്ഛത്തോടെയും അത് പറഞ്ഞത് ഗോവിന്ദനായിരുന്നു. ഗോവിന്ദ, വേണ്ട, മതിയാക്ക്. അതിഥിയെ അപമാനിക്കുന്നത് പോലെ അയാൾ പറഞ്ഞത് ഇഷ്ടമാകാതെ രാമൻ ഉറക്കെ വിളിച്ചതും ഗോവിന്ദൻ ഞെട്ടിപ്പോയി. അപ്പോഴാണ് താൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയെന്ന് അയാൾ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ക്ഷമാപണം പോലെ തല കുനിച്ചുകൊണ്ട് ഒരു ചുവട് പുറകിലേക്ക് മാറി നിന്നു അയാൾ. എന്തു പറയാനാണ്, ഇങ്ങോട്ട് വരാൻ നേരത്ത് ചെറിയൊരു തിരക്ക് വന്നു. അതുകൊണ്ട് പറ്റിപ്പോയതാണ്, അതങ്ങ് ക്ഷമിക്കുന്നേ. പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് കാലിലെ ചെരുപ്പ് അഴിച്ചു വെച്ച് ഒരാൾ വെളിച്ചത്തിലേക്ക് കയറി നിന്നു. അയാളെ കണ്ടതും അവരെല്ലാവരും ഒരുപോലെ അത്ഭുതത്തോടെ നോക്കി നിന്നു. എന്നാൽ ജിതിന്റെ മുഖത്ത് മാത്രം പുഞ്ചിരിയായിരുന്നു. തുടരും. ആരായിരിക്കും അയാൾ? അയാളെ കണ്ടതും എന്തിനാണ് എല്ലാവരും അത്ഭുതത്തോടെ നോക്കിയത്? അറിയാനായി കാത്തിരിക്കില്ലേ? അടുത്ത ഭാഗവുമായി നാളെ വരാമേ. മുൻഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോളൂ ട്ടോ. അപ്പോൾ ഏവർക്കും ശുഭരാത്രി, സുഖനിദ്ര.